ദൈവരാജ്യത്തിന് പ്രയോജനകരമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന ഒരു കാര്യമല്ലത്. ഒട്ടും പ്രസംഗിക്കാൻ അറിയാത്ത ചില സഹോദരന്മാരെ എനിക്കറിയാം. എന്നാൽ അവർ സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ്. സഹായിക്കാനുള്ള വരം അവർക്കുണ്ട്. അവരില്ലാതെ ആ സഭയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഞാനൊരു ഉപമ പറയാം. സഭയെന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നിങ്ങൾക്ക് ശക്തമായ ഒരു ഭുജമുണ്ട്. ഭുജമെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഭുജത്തിൻ്റെ മുകൾ ഭാഗം. എൻ്റെ ഭുജത്തിൻ്റെ മുകൾ ഭാഗം വളരെ ശക്തവും മസിലുള്ളതുമാണ്. എൻ്റെ കൈകളും വളരെ ശക്തമാണ്. എന്നാൽ എൻ്റെ ഈ മുട്ട് ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല. അത് മടക്കാൻ പറ്റുന്നില്ല. എങ്കിൽ എൻ്റെ ശക്തമായ ഈ കൈകളും ആ കൈയുടെ മുകൾ ഭാഗം എങ്ങനെ ആയിരിക്കും? അതിങ്ങനെ ആയിരിക്കും. എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല. അതിങ്ങനെ ഇരിക്കും. എൻ്റെ മുട്ട് എനിക്ക് മടക്കാൻ പറ്റുന്നില്ല. അനേകരുടെയും പ്രശ്നം ഇതാണ്. ബന്ധങ്ങൾ, ഭാര്യയും ഭർത്താവും ശക്തരായ വിശ്വാസികൾ, അവർക്ക് ധാരാളം ദൈവവചനം അറിയാം, നന്നായിട്ട് പാടും. എന്നാൽ അത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുട്ട് അത് പ്രവർത്തിക്കുന്നില്ല, വഴക്കമില്ല. ഭർത്താവ് വളരെ ശക്തനാണ്, ഭാര്യ അതിനേക്കാൾ ശക്തയാണ്. എന്നാൽ തമ്മിലൊരു ബന്ധവുമില്ല, ജോയിൻ്റ് പ്രവർത്തിക്കുന്നില്ല. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഇവിടെ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നത്? 16-ാമത്തെ വാക്യത്തിൽ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ ആശയങ്ങളല്ല പറയുന്നു. ശരീരം മുഴുവൻ യുക്തമായി ചേർന്നും ഏകീഭവിച്ചും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് ഏകീകരിച്ച് എങ്ങനെ പ്രവർത്തിക്കുന്നു? അത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തമ്മിൽ യോജിപ്പിക്കുന്ന ഈ സന്ധികളാലാണ്. കാലിൻ്റെ മുട്ട് അതൊരു സന്ധിയാണ്. അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ല. നിങ്ങളുടെ കൈയുടെ മുട്ട് ഒരു സന്ധിയാണ്. അതുപോലെയാണ് നിങ്ങളുടെ വിരലുകളും. നിങ്ങൾക്ക് ശക്തമായ വിരലുകൾ ഉണ്ടായിരിക്കും, എന്നാൽ സന്ധികൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സന്ധികൾ എന്താണ് പറയുന്നത്? കൂട്ടായ്മ. നിൻ്റെ ഭാര്യയോടുള്ള കൂട്ടായ്മ എങ്ങനെ? നിൻ്റെ മക്കളോടുള്ള കൂട്ടായ്മ എങ്ങനെയാണ്? ഞാൻ കർത്താവിൽ ശക്തനാണെന്നല്ല പറയണ്ടേ. സഹോദരൻ്റെ കൂട്ടായ്മ എങ്ങനെയാണ്? നിൻ്റെ ഭാര്യയോടും മക്കളോടും കൂട്ടായ്മ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആത്മീയ പുരോഗതി ഇല്ലാതിരിക്കുന്ന ഒരു കാരണം ഇതാണ്. ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ എന്നെ തന്നെയാണ് വിധിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തീരുമാനിച്ചു, ഞാൻ എല്ലാ ദിവസവും എന്നെ തന്നെ വിധിക്കുമെന്ന്. അതിന് കാരണം ഇതാണ്. ഞാൻ 100% യേശുവിനെ പോലെ ആയിട്ടില്ല. ഞാൻ മുന്നോട്ട് പോവുകയാണ്. 10 കൊല്ലം മുമ്പലത്തേക്കാൾ ഞാൻ കൂടുതൽ യേശുവിനെ പോലെ ഇപ്പോൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 50 കൊല്ലത്തേക്കാൾ. ഞാൻ പ്രതീക്ഷിക്കുന്ന കഴിഞ്ഞ കൊല്ലത്തേക്കാൾ അധികം. എന്നാൽ ഞാൻ പൂർണ്ണമായിട്ട് യേശുവിനെ പോലെ ആയിട്ടില്ല. എനിക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവിടെ എത്താനുള്ള മാർഗം എന്താ? ഞാൻ എന്നെ തന്നെ വിധിക്കണം. എവിടെയാണ് ഇനിയും ഞാൻ അങ്ങേ പോലെ ആകാത്തത്? എന്നെ സഹായിക്കണം. ഇത്രയും ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ് ആത്മീയ പുരോഗതി? അത് കൂടുതൽ യേശുവിനെ പോലെ ആകുന്നതാണ്. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ആന്തരിക മനോഭാവങ്ങളിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന എന്തുദ്ദേശത്തോടെയാണോ അതാണ് ആത്മീയ പുരോഗതി. നമ്മൾ എല്ലാവരും പൂർണ്ണ ഹൃദയത്തോടെ ഈ കാര്യം പറയും, കർത്താവെ, ഞാൻ ഇതുവരെ അങ്ങേപ്പോലെ ആയിട്ടില്ല പല മേഖലയിലും. എന്നാൽ കർത്താവെ, എനിക്ക് മുന്നേറണം. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ ഉത്സാഹിപ്പിക്കുന്ന പോലെ. അതിന് ഞാൻ എന്നെ തന്നെ വിധിക്കണം. മറ്റുള്ളവരെ എനിക്ക് വിധിക്കേണ്ട. മറ്റുള്ളവരെ പ്രബോധിപ്പിക്കണം. ഞാനിപ്പോൾ ചെയ്യുന്ന അതാണ്. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ മറ്റുള്ളവരെ അതിനുവേണ്ടി വെല്ലുവിളിക്കണം. എന്നാൽ ഞാൻ നിങ്ങളുടെ ആരെയും വിധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മളെങ്ങനെ വീട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കറിയില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നിൻ്റെ ചിന്താജീവിതം എങ്ങനെയാണെന്ന് നിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിൻ്റെ ചിന്താജീവിതത്തിലെ പരാജയമല്ല അവളോട് പറയണമെന്നല്ല. ഞാൻ പറയുന്ന അവൾക്കറിയില്ലെന്നാണ്. നമ്മുടെ പാപം ദൈവത്തോടല്ലാതെ മറ്റാരോടും ഏറ്റു പറയേണ്ട ആവശ്യമില്ല. നാം മറ്റൊരാളോട് നമ്മുടെ പാപത്തെക്കുറിച്ച് പറയേണ്ടത് അവനെതിരെ നാം ഒരു പാപം ചെയ്യുമ്പോഴാണ്. നിൻ്റെ ഭാര്യയെ നീ മുറിപ്പെടുത്തെങ്കിൽ അവളോട് നീ ഏറ്റു പറയണം. നിൻ്റെ ചിന്താജീവിതത്തിൽ പറ്റിപ്പോയ പാപത്തെക്കുറിച്ച് നിൻ്റെ ഭാര്യയോട് പറയണ്ട. അവളൊരു സ്ത്രീയാണ്, അവൾക്കത് മനസ്സിലാകില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന ഇതാണ്, നിൻ്റെ പാത്രത്തിൽ എണ്ണയുണ്ടോ?
ആ ആന്തരിക ജീവിതം. നിൻ്റെ ഹൃദയത്തിലൂടെ എന്താ പോകുന്നത്? നിൻ്റെ ചിന്താജീവിതം ഗൗരവമായി സൂക്ഷിക്കാൻ നിനക്കെത്ര ഉത്സാഹമുണ്ട്? അതാണ് ആ പാത്രത്തിലെ എണ്ണ. നല്ലൊരു ചിന്താജീവിതം ഉണ്ടാകാൻ കർത്താവെ നിൻ്റെ ആത്മാവുകൊണ്ട് എന്നെ നിറയ്ക്കണേ. അങ്ങനെ എല്ലാ കാര്യത്തോടും ക്രിസ്തുതുല്യമായ ഒരു മനോഭാവം എനിക്കുണ്ടാവും. പരിശുദ്ധാത്മാവിൽ നിറയുന്നതിൻ്റെ രഹസ്യം ഇവിടെയാണ്. നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവോട് നിറയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ എല്ലാ പരീക്ഷയിലും നിങ്ങൾ ജയാളികളായിട്ട് തീരും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, അതിതാണ് നിയമവാദത്തിൻ്റെ അപകടം. നിയമവാദം എന്താണെന്ന് പഴയ നിയമത്തിൽ ജീവിച്ചവർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. വിശുദ്ധി അന്വേഷിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രധാനപ്പെട്ട 2 അപകടങ്ങളുണ്ട്. നാം വിശുദ്ധി അന്വേഷിക്കുമ്പം നമ്മൾ വളരെ കടുംപിടുത്തക്കാരായിത്തീരും. വഴക്കമില്ലാത്തവർ. ദൈവഭക്തർ വഴക്കമുള്ളവരാണ്, കടുംപിടുത്തക്കാരല്ല. പരീശന്മാരെ പോലെ. സൗഖ്യം പ്രാപിക്കാനായിട്ട് ശബത്തുനാളിലാണോ വരുന്നത്? കർത്താവ് ചോദിക്കുന്ന ശബത്തുനാളിൽ നിൻ്റെ കഴുത കുഴിയിൽ വീണാൽ അതിനെ രക്ഷിക്കയില്ലേ? അതാണ് കപടഭക്തി. കടുംപിടുത്തം. ശാബത്ത് നാളിൽ വേല ചെയ്യരുത്. അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോവുകയാണ്. നിനക്ക് മറ്റുള്ളവരെ അങ്ങനെ വിധിക്കാൻ കഴിയില്ല. നിന്നെ തന്നെ കഠിനമായിട്ട് വിധിക്കുക, എന്നാൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുക. അതുകൊണ്ട് നിയമവാദം വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. ലോകക്കാർക്ക് അതൊരു അപകടമല്ല. ലോകപ്രകാരം ജീവിക്കുന്നവർ, അവർക്ക് പ്രമാണമൊന്നും വിഷയമല്ല. അവർക്ക് നിയമവാദവും ഇല്ല. അവർ പറയും നിങ്ങൾ സന്തോഷിക്കുക, ഞാനും എല്ലാം ആസ്വദിക്കുകയാണ്, ദൈവം അത്ര കഠിനമൊന്നുമല്ല, സന്തോഷിച്ചു കൊള്ളുക. അവർ നരകത്തിലേക്ക് പോകണം, നിങ്ങളെ അങ്ങോട്ട് നടത്തുകയാണ്. അതല്ല ഞാൻ പറയുന്നത്. അതേസമയം ഞാനൊരു പരീശനുമല്ല. നിങ്ങളെ ഇങ്ങനെ ഭൂതക്കണ്ണാടി കൊണ്ട് നോക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം ശരിയാണോ, ആ കാര്യം ശരിയാണോ, എനിക്ക് ഈ പരീശൻ്റെ കണ്ണുകൾ വേണ്ട. മറ്റുള്ളവരെ ഭൂതക്കണ്ണാടി കൊണ്ട് നോക്കുന്ന ഒരു പരീശനാണോ നിങ്ങൾ? അതിൽ നിന്ന് രക്ഷപ്പെടുക. കരുണയുള്ള ഒരു കണ്ണ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ കരുണയോടുകൂടെ നോക്കുക. നിയമവാദിയായിട്ടല്ല. സാധാരണ ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഭാര്യ അവിടെ വീട്ടിൽ വളർന്നു വന്ന ഒരു പ്രത്യേക രീതിയിലാണ്. കഴിഞ്ഞ 25 കൊല്ലമായി. ഇപ്പോൾ അവൾ വിവാഹിതയായി. അവൾ പ്രതീക്ഷിക്കുന്ന അവിടെ വീട്ടിൽ എങ്ങനെ ആയിരുന്നു അങ്ങനെ തന്നെ അവിടെ ഭർത്താവളോട് പെരുമാറണമെന്നാണ്. ഭർത്താവ് അവിടെ അല്ല ജീവിച്ചത്. ഇങ്ങനെ തന്നെയാണ് പുരുഷൻ്റെ കാര്യവും. കഴിഞ്ഞ 28 വർഷമായി അവൻ വളർന്നു വന്നത് അവൻ്റെ വീട്ടിലാണ്. അവൻ വിവാഹിതനായി. അവനിപ്പം പ്രതീക്ഷിക്കുന്നത് അവൻ്റെ ഭാര്യ അവൻ്റെ വീട്ടിലെ പോലെ പെരുമാറണമെന്നാണ്. എത്ര ഭോഷത്വമായൊരു കാര്യമാണ്, വിവേകമില്ലാത്ത ഒരു കാര്യം. എന്നാൽ പല ഭാര്യ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഭോഷത്വമാണ്. കരുണ. യേശു ഒരിക്കൽ പറഞ്ഞു, യാഗത്തിലല്ല കരുണയിലത്ര ഞാൻ പ്രസാദിക്കുന്നത്. നിനക്ക് കരുണയില്ലെങ്കിൽ നീ കഴിക്കുന്ന യാഗങ്ങളിലൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. ഞാൻ ഓർക്കുന്നു, നമ്മുടെ ബാംഗ്ലൂരിലുള്ള ആദ്യത്തെ കെട്ടിടം പണിയുന്ന സമയത്ത് ഞങ്ങൾ ചിന്തിച്ചു, ആ പ്രസംഗപീഠത്തിൻ്റെ പുറകിൽ ഏത് വാക്യമാണ് എഴുതി വെക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ഇതാണ് എഴുതേണ്ടത്. നമ്മൾ വിശുദ്ധിയെക്കുറിച്ചാണ് പ്രസംഗപീഠത്തിൽ പ്രസംഗിക്കുന്നത്. വിശുദ്ധി പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി ഒന്നാമത്തെ കാര്യം മറ്റുള്ളവരോട് കരുണയുള്ളവനായിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നീ ഒരു പരീശനാവും. ഞാൻ പറഞ്ഞു, ഈ വാക്യമാണ് നമുക്ക് എഴുതി വെക്കേണ്ടത്. ദൈവം നിങ്ങളോട് കരുണ കാണിച്ച പോലെ നിങ്ങളും മറ്റുള്ളവരോട് കരുണ കാണിക്കുക. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഈ വാക്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 40 കൊല്ലം ആ പ്രസംഗപീഠത്തിൽ നാം എഴുതിയത് വിശുദ്ധിയിലേക്ക് നമുക്ക് മുന്നേറാമെന്നാണ്. അതുകൊണ്ട് നമ്മൾ അത് ഗൗരവമില്ലാത്തതായിട്ടല്ല കണ്ടത്. പൂർണ്ണതയിലേക്ക് നമുക്ക് മുന്നേറാം. എന്നാൽ ആ പൂർണ്ണതയിലേക്ക് നമ്മൾ മുന്നേറുമ്പോൾ തന്നെ മറ്റുള്ളവരോട് നമുക്ക് കരുണയുള്ളവരുമായിരിക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു സന്തുലിതാവസ്ഥ ഉണ്ടായിരിക്കണം, ഒരു സമതുലിതാവസ്ഥ. നിങ്ങളുടെ ഒരു കാലും നിങ്ങളുടെ മറ്റേ കാലും തമ്മിൽ 1 ഇഞ്ചിൻ്റെ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ നടക്കുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകും. ഞാൻ പറയട്ടെ, 1 ഇഞ്ച് അത്രേ കുറവുള്ളൂ. അവിടെ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും. പല ക്രിസ്ത്യാനികളും ഇതുപോലാണ്. എത്രമാത്രം അവർക്കറിയാം എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അറിവും ജീവിതവും 2 കാല് പോലാണ്. പല വിശ്വാസികളുടെയും ജീവിതത്തിൻ്റെ കാല് അറിവിൻ്റെ കാലിനേക്കാൾ ഒരടി കുറവാണ്. അവരെ ഇങ്ങനെയാണ് നടക്കുന്നത്. മറ്റുള്ളവർക്കത് കാണാം. നിൻ്റെ ജീവിതം ഞാൻ കാണുന്നതുകൊണ്ട്
നീ പറയുന്ന എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. നിന്റെ വാക്കിനേക്കാൾ ഉച്ചത്തിൽ നിന്റെ ജീവിതം സംസാരിക്കുന്നു. നിന്റെ ശബ്ദം മുങ്ങിപ്പോവുകയാണ് നീ ജീവിക്കുന്ന വിധം കൊണ്ട്. ദൈവത്തിന് നമ്മളോട് കരുണ തോന്നട്ടെ. നിയമവാദം ഉപേക്ഷിക്കുക. മറ്റുള്ളവരെ നിങ്ങൾ വിധിക്കരുത്, നിന്നെ തന്നെ വിധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീക അഭിവൃദ്ധി ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുകയാണ്. ദൈവവചനം വായിക്കുക. അങ്ങനെയാണ് ഞാൻ വെല്ലുവിളിക്കപ്പെട്ടത്. ദൈവവചനം ഇല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കരുത്. എന്നെങ്കിലും നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ മറന്നിട്ടുണ്ടോ? രാവിലത്തെ ഭക്ഷണം മറന്നാലും ഉച്ചയ്ക്ക് കഴിക്കില്ലേ? എൻ്റെ ഉച്ചഭക്ഷണം കഴിക്കാൻ ഞാൻ മറന്നെന്ന് നിങ്ങൾ പറയില്ല. ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ മറന്നുപോയി. എന്നാൽ ദൈവവചനം വായിക്കാൻ ഞാൻ മറന്നുപോയെന്ന് അനേകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? ഞാൻ പറയാം. കാരണം ഭക്ഷണത്തിൻ്റെ സ്ഥാനം ദൈവവചനത്തിൻ്റെ മുകളിലാണ്. ഇങ്ങനെ പലരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. വചനം വായിക്കാതെ ഭക്ഷണം കഴിക്കില്ല, വചനമില്ലേ ഭക്ഷണവുമില്ല. അങ്ങനെ ചെയ്യുക. എല്ലാ ദിവസവും ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടായിരിക്കട്ടെ. ഞാൻ ചെയ്യുന്നതാണ്, ഞാൻ ചെയ്യാത്തതല്ല നിങ്ങളോട് പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. ഞാൻ ഓർക്കുന്നിടത്തോളം ഏതാണ്ട് 64 കൊല്ലം. നിങ്ങളുടെ ഹൃദയത്തിൽ ധാരാളം ദൈവവചനം നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു വേദപുസ്തകമില്ലെങ്കിലും നിങ്ങൾക്കത് ഓർക്കാൻ കഴിയും. നിങ്ങളെ മുമ്പ് വായിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കടന്നു വരും. ദൈവവചനത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം ധ്യാനിക്കാതെ ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകരുത്. ഒരു വാക്യമെങ്കിലും. ആത്മീയ അഭിവൃദ്ധി എങ്ങനെ പ്രാപിക്കാൻ കഴിയുമെന്ന് ഞാൻ പല വിധത്തിൽ നിങ്ങളോട് പറഞ്ഞു. വരും ദിവസങ്ങളിൽ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ മുന്നേറ്റം ഉണ്ടാകാനായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തല വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം.